വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സഖാവെ, ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഇവർ ഏത് നാട്ടുകാരിയാണ്, നമ്മളുടെ ഭാഷ അറിയുന്ന ആളാണെന്നൊക്കെയുള്ള ഒരു സംശയം അവരുടെ കുറെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്തരം ഒരു പ്രചാരണം ഇവിടെ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വടക്കേന്ത്യക്കാരിയാണ്, രാജസ്ഥാൻകാരിയാണ്, ഏതോ രാജകുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ ചില സഖാക്കൾക്ക് പോലും അയ്യോ ഇവർ മലയാളം സംസാരിക്കുമോ എന്ന് അവർ പോലും സംശയിച്ചാണ്. പിന്നീട് തുടക്കം മുതൽ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ അവരോട് പ്രിയപ്പെട്ട സഹോദരിമാരെന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ വളരെ വണ്ടടിച്ച് നിൽക്കാൻ നമ്മൾ നാട്ടിൽ പറയും, അതുപോലെയാണ് വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ ഒരു കള്ളപ്രചാരണമായിരുന്നെന്നും അവർക്ക് പറയാനുള്ളതൊക്കെ പറയാനും അത് കേൾക്കുന്ന ഒരാളാണ് എനിക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരോട് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് കൂടുതൽ ആദ്യമുണ്ടായിരുന്നേക്കാൾ 10 മടങ്ങെന്നല്ല ഞാൻ പറയേണ്ടത്, ഒരുപാട് പല മടങ്ങുകൾ അധികമായിട്ട് വോട്ടർമാർ, അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒക്കെ തന്നെ ആയാലും, അതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെയാണെന്നറിയില്ല അവരാണ് ഭയങ്കരമായിട്ട് എന്തൂസിയാസത്തോടെ നിൽക്കുന്ന, വളരെ ആവേശത്തിൽ നിൽക്കുന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പോലും മുതിർന്നവരിലൊരു സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കണ്ടിരുന്നു ഈ കപ്പയെ പറ്റിയും കാച്ചിലിനെ പറ്റിയൊക്കെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ അത്ഭുതത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് പോലും നല്ല അറിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അവരുടെ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെന്നൊരു സ്വീകാര്യത അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു റെസ്പോൺസ് എവിടുന്ന് വരുന്നത്? അല്ല, അത് സ്വീകാര്യത എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടതല്ല. എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ഒരു ഇത്തിരി മണ്ണ് എന്റെ പേരൻസായിട്ട് തന്ന മണ്ണുണ്ട്. അവിടെ ഈ കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കുഴിച്ചു വെച്ചിട്ട് തിരിച്ചു വന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാർഷിക വിളകൾക്കുള്ള വിലയില്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ദുരന്തം. എനിക്കും കുറച്ച് റബ്ബറുണ്ട്. ആ റബ്ബർ വെട്ടാൻ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു കൂലിക്ക് ആളെ കൊടുത്തിട്ടാണ്, ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 3 മാസത്തെ ഷീറ്റ് വിറ്റിട്ടും കൂലി കൊടുക്കാൻ തികയാത്തത് കൊണ്ട് എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ഇത് വിധവാ പെൻഷൻ കിട്ടുന്നതാണ്. അവരുടെ വിധവാ പെൻഷൻ കൂടി എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ട് ആ കൂലി കൊടുത്തു തീർത്തത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രദേശത്തെയൊക്കെ കർഷകർ എത്രമാത്രം പ്രതിസന്ധിയിലാണ് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ അനുഭവിക്കുന്ന കാര്യം എനിക്ക് ആക്ട് ചെയ്ത് പറയേണ്ടതോ അല്ലെങ്കിൽ അതൊന്നുമില്ല. ഞാൻ അനുഭവിക്കുന്ന എന്റെ പ്രയാസം അത് അവരോടങ്ങ് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം അത് അവരുടെയും പ്രയാസങ്ങളാണ്, അവരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ 45 കുടുംബങ്ങൾ ഉണ്ടായിരുന്നാൽ ഇനി ഒരു കുടുംബം മാത്രമാണ്, ബാക്കി മുഴുവൻ ആളുകളായ സ്ഥലം വിട്ടു ഒഴിഞ്ഞുപോയി. അത്ര തീവ്രമാണ് ഈ വിഷയം, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം 11 റോഡ് ഷോ നടത്തി. അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞിരുന്നത് ഈ വന്യജീവി ആക്രമണ പ്രശ്നം, രാത്രി യാത്രാ നിരോധന പ്രശ്നം, വയനാട്ടിലെ മെഡിക്കൽ കോളേജ്, ഈ 3 കാര്യങ്ങൾ ആണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞത്. ഈ മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യക്കുറവുകൊണ്ടാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണത്തെ കാണുന്നതും അദ്ദേഹത്തോടുള്ള മറുപടി? അല്ല, ഞാൻ അദ്ദേഹത്തിന് എന്ത് മറുപടി കൊടുക്കാനാണ്? ഞാൻ അതിനല്ല മറുപടി. എനിക്ക് പറയാനുള്ളത്, ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല. ആനി രാജ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്ന ശേഷം ഉണ്ടായ വിഷയങ്ങളല്ല ഇതൊക്കെ വളരെ മുന്നേ ഉള്ളതാണ്. ഈവൻ റെയിൽവേയുടെ വിഷയമുള്ളതാണ്, നഞ്ചൻകോട് പാതയുള്ളതാണ്. ഈ രാത്രികാല യാത്രാ നിരോധനം എന്തേ വൈകുന്നു? കർണാടക അവരുടെ ഗവൺമെന്റാണ്. ഈ സംസ്ഥാന സർക്കാർ ആലോചിച്ചാൽ ഒന്ന് ചർച്ച ചെയ്താൽ അത് പരിഹരിച്ചു, അത് അങ്ങനെ എന്നിട്ട് അത് കോടതിയെ അറിയിക്കാം. അതിനുള്ള മാർഗങ്ങളുണ്ട്. നിയമപരമായി നീങ്ങാവുന്ന ആ രീതിയിൽ ആ കേസ് പിൻവലിച്ചുകൊണ്ട് ആ വിഷയം പരിഹരിക്കാവുന്ന എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചിരുത്തി സംസാരിച്ച് അതിനൊരു സമവായത്തിൽ കണ്ടെത്താനൊക്കെ സാധിക്കില്ലേ? അങ്ങനെ എത്ര തവണ പരിശ്രമിച്ചു. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയുന്നു. ഈ മണ്ഡലത്തിൽ എയിംസ് പോലുള്ള ടോപ്പായിട്ടുള്ള ആരോഗ്യ സേവനം കൊടുക്കുന്ന ആശുപത്രികൾ ഉണ്ടാവണം. ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
അതൊക്കെ ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടിയൊക്കെ എന്ത് ചെയ്തു? ആശുപത്രിക്ക് വേണ്ടി എത്ര എംപിമാരുടെ ഫണ്ട് മാത്രമല്ല, അവരും പല വഴികളുടെ മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ നിന്ന് അങ്ങനെ എത്ര ഫണ്ട് കൊണ്ടുവന്നു? ഇതൊക്കെയും ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ട് വന്ന വിഷയമാണെന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്താൽ അത് ഇവിടുത്തെ ജനങ്ങളോട്, ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. രാഹുൽ അമേഠിയോട് മത്സരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രചാരണം വരുന്നുണ്ട്, എങ്ങനെ കാണുന്ന സാഹചര്യം? അല്ല, രാഹുൽ ആർക്കും, ഈ രാജ്യത്ത് 25 വയസ്സ് പ്രായമുള്ള ആർക്കും അവർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ അവകാശമുണ്ട്. നമ്മുടെ ഡെമോക്രസിയിൽ, നമ്മുടെ ജനാധിപത്യത്തിൽ അവകാശമുള്ളതാണ്. അങ്ങനെയൊന്ന് മത്സരിക്കുന്നു, അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് അങ്ങനെ ഞാനും കേട്ടു. നിങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ ഇവിടേക്ക് മത്സരിക്കാൻ വന്നത് ഈ രാജ്യത്ത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ രാജ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന് സംഘപരിവാറിനാൽ നേതൃത്വം നടക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് അതിനെ കുഴിച്ചുമൂടാൻ പോവുകയാണ്. ആ സമയത്ത് ഏറ്റവും വലിയ ശത്രു ഇവിടെ ആരാണ്? ഫാസിസമാണോ അതോ ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷമാണോ എന്നുള്ളത് രാഹുൽ ഗാന്ധി ആണ് തീരുമാനിക്കുന്നത്. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു ഇടതുപക്ഷമാണ് ഏറ്റവും മുഖ്യ ശത്രുവും തീരുമാനിച്ചു. അത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെ കാണിക്കുന്നുവെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈവൻ കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ്, UDF അങ്ങനെ തീരുമാനിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് ഉയർന്നുകൊണ്ട് ഒരു പക്വത കാണിക്കേണ്ടതായിരുന്നു, ഒരു ദേശീയ താല്പര്യം പരിഗണിച്ചുകൊണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധി പോലും ഒരു ഇന്ത്യ അലയൻസിന്റെ മീറ്റിംഗിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നുണ്ട്, സജഷൻ വരുന്നുണ്ട്, ഒരു അഭിപ്രായമുണ്ട്. അതായത് ഞാൻ വയനാട് മത്സരിക്കരുതെന്ന്, പക്ഷെ ഞാൻ ഇതുവരെയും ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വർത്തമാനങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയായികയില്ല ഇവിടെ ഇങ്ങനെ മത്സരിക്കരുതെന്നുള്ള, ഇവിടെ മത്സരിക്കുന്നത് നല്ല സന്ദേശമല്ല ഈ സംഘപരിവാറിന് BJPക്കും കൊടുക്കുക എന്നുള്ളതും, ആ BJP ഇവിടെ മത്സരിച്ചാൽ, അദ്ദേഹം ഇവിടെ മത്സരിച്ചാൽ BJP അത് ഉപയോഗപ്പെടുത്തും ഒരായുധമാക്കി എന്നും അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു, ഇല്ല, ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ ശത്രു എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് പറയണം? തീർച്ചയായും എനിക്ക് അവസാനം ഈ ജനങ്ങൾ നൽകുന്ന സ്വീകരണം, അവരെന്നെ എത്രമാത്രം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, ഇതെല്ലാം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും സന്തോഷത്തോടെയാണ് അവരൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോഴും വോട്ടവകാശം എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. അവരാണ് തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ സൗഹൃദം, എന്നോട് കാണിക്കുന്ന ഈ ഒരു വലിയ എന്നിൽ കാണുന്ന ഒരു വലിയ പ്രതീക്ഷയൊക്കെ അവർക്കുണ്ട്. ആ പ്രതീക്ഷയും അവരുടെ സൗഹാർദ്ദവും ഒക്കെ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞാൻ. അട്ടിമറി എന്ന് അതിനെ എങ്ങനെ പറയും? ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കും, മറ്റേയാൾ തോക്കും. അപ്പൊ ഞാൻ തോറ്റാൽ അത് അട്ടിമറിയല്ല, വേറൊരാൾ തോറ്റാൽ അത് അട്ടിമറി. അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ തോക്കും, ഒരാൾ ജയിക്കുമെന്നുള്ളതാണ്. എനിക്ക് പൂർണ്ണമായി, ഞാൻ ഇവിടുത്തെ ഈ വോട്ടർമാരിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ ജനങ്ങൾ എന്നെ സ്വീകരിക്കും അവരുടെ പ്രതിനിധിയായി എന്ന്. വളരെ നന്ദി. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയും സൗഹൃദവും വോട്ടായി മാറുമെന്നും അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയാണ് ശ്രീമതി അനുരാജ് പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CVN മോദ്, ന്യൂസ് 18.